മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ കർണാടകയിൽ വീണ്ടും പുതിയ കേസ്. 2012 ബൽതങ്ങാലി പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജയിൽ മോചനത്തിനായുള്ള നിയമപരമായ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ കേസ്. ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നാരോപിച്ച് ഭാര്യ ഷൈനയും രൂപേഷിന്റെ സുഹൃത്തുക്കളും രംഗത്തുണ്ട്. രൂപേഷിൻ്റെ എല്ലാ കേസുകളിലും, കേരളത്തിലെ എല്ലാ കേസുകളിലും തന്നെ നമ്മൾ ജാമ്യക്കാരെ നിർത്തുകയും തമിഴ്നാട്ടിലെ കേസുകളിൽ ജാമ്യക്കാരെ നിർത്താൻ ആരംഭിക്കുകയും ചെയ്ത ഒരു സമയത്താണ് കർണാടകയിലെ ബെൽത്തങ്ങാഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നും 2012 ഫയൽ ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ രൂപേഷിൻ്റെ പേരിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇത് രൂപേഷിൻ്റെ മോചനത്തിനെ തടുക്കാനായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ഒരു ഗൂഢാലോചനയാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, കുടുംബത്തിന്റെ ആരോപണം എത്രമാത്രം വസ്തുതാപരമാണ്? എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ? സംഗീത, നിലവിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് വിവിധ കേസുകളിൽ നിന്ന് നിയമപരമായ വിടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനുള്ള നടപടിക്രമങ്ങൾ കുടുംബം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ കർണാടകത്തിൽ 2012 രജിസ്റ്റർ ചെയ്ത കേസിൽ വാറന്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തൃശൂർ വിയ്യൂർ ജയിലിലാണ് രൂപേഷ്. 2015 മുതൽ, അതായത് കേരളത്തിലും കർണാടകയിലുമായി UAPA കേസുകൾ 14 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ പലതും ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന രീതിയിൽ ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിലാണ് കർണാടകയിലെ ഇപ്പോൾ വീണ്ടും ബൽതങ്ങാലി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ആയുധ നിയമപ്രകാരമുള്ള ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറസ്റ്റ് വാറണ്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇത്തരത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഇത്തരം നിയമപരമായ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പിഴത്തുകയടക്കം അടച്ചുകൊണ്ട് വിവിധ കേസുകളിൽ നിന്ന് രൂപേഷ് മോചനം നേടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കർണാടകയിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. എന്തായാലും ഇത് സംബന്ധിച്ച് നിയമപോരാട്ടം തുടരുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളും ഇപ്പോൾ പറയുന്നത്. എന്തായാലും 2015 മുതൽ ഈ ജയിലിൽ കഴിയുകയാണ് രൂപേഷ്. ഇതിനിടെ രൂപേഷിന്റെ ആത്മകഥാപരമായ നോവൽ ഉൾപ്പെടെ വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ കേസ് വന്നതോടെ വീണ്ടും നിയമോത്സവം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് രൂപേഷും കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുക ഈ ഘട്ടത്തിൽ. ശരി രതീഷ്.